അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹദീസ് പഠനത്തിലൂടെ പുതിയ അറിവുകൾ നേടുക എന്ന ഒരു പുതിയ സംരംഭമാണ് നമ്മുടെ ഈ ചാനലിൽ ആരംഭിച്ചിട്ടുള്ളത്. ഒരു ദിവസം ചെറിയ ഹദീസുകളാകുമ്പോൾ 3 ഹദീസുകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള അറിവുകൾ കരസ്ഥമാക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. 8ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന്റെ മറ്റു ഭാഗങ്ങൾ കൂടി നാം കരസ്ഥമാക്കണം, പഠിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 3 ഹദീസുകൾ, ചെറിയ ഹദീസുകൾ. മാനപ്പെട്ട ഇമാം ദാറഖത്നി എന്നവർ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്: ഹബീബ് ഹബീബക ഉനമ്മ അസായകൂന ബഗീലക യൗമമ്മ വബഗിൽ ബഗീലക ഉനമ്മ അസായകൂന ഹബീബക യൗമമ്മ. അതാണ് ഹദീസ്. ഹബീബ് ഹബീബക, നീ ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അയാളെ നീ ഇഷ്ടപ്പെടുക. ഹൗനമ്മ, ഒരു ചെറിയ തരം ഇഷ്ടപ്പെടൽ. കാരണം ഏതെങ്കിലും ഒരു ദിവസം അവൻ നിനക്ക് വെറുപ്പുള്ളവനായേക്കാം. അതുകൊണ്ട് ഒരു പരിധിയുള്ള സ്നേഹം സ്നേഹിക്കുക. നിനക്ക് വെറുപ്പുള്ളവനോട് നീ വെറുപ്പ് വെക്കുക. ഹൗനമ്മ, ഒരു ചെറിയ ദേശം. ഇനിയും ഏതെങ്കിലും ഒരു ദിവസം അവൻ നിന്റെ ഹബീബായേക്കാം. അതുകൊണ്ട് കാരണങ്ങൾ, നിസ്സാരമായ എന്തെങ്കിലും കാരണങ്ങൾ അല്ലെങ്കിൽ ഗൗരവമുള്ള കാരണം തന്നെ ഉണ്ടെങ്കിലും ഒരാളോട് അങ്ങോട്ട് വെറുത്തിട്ട് പിന്നെ അദ്ദേഹം എത്ര സലാം പറഞ്ഞാൽ പോലും മടക്കാത്ത ഫിർഔനിനേക്കാൾ വലിയ അഹങ്കാരം ഒരു മുഅ്മിനായ മനുഷ്യന് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. 2, അഖ്ശാമാ ഖശീതു അലാ ഉമ്മത്തി കിബറുൽ ബത്നി വമുദാവമത്തുൻ നൗമി വൽ കസലു വളഅഫുൽ യഖീൻ. എന്റെ ഉമ്മത്തിന്റെ മേലിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത്, അഖ്ശാമാ ഖശീതു അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മേലിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് കിബറുൽ ബത്നി, വയറു വലുതാവും. വയറു വലുതാവും എന്ന് പറഞ്ഞാൽ വയറു വലുപ്പണ്ടിച്ചിട്ട് പ്രശ്നമില്ല, തീറ്റ കണക്കിലേറെ തിന്ന. പതിവായിട്ട് ഉറക്ക് തന്നെ, ഏത് സമയത്തും ഉറക്കം. ഉറങ്ങേണ്ട സമയത്ത് ഉറക്കൊഴിച്ചിട്ട്, നമ്മളെ ഈ നായകളൊക്കെ ഉണ്ടല്ലോ, രാത്രി മുഴുവനും ഉറക്കൊഴിച്ച് പകല് മുഴുവനും ഉറക്കം. മുദാവമത്തുന്നവും, ഉറക്കം പതിവാക്കുക. വൽ കസലു, അലസത, ഒന്നും ചെയ്തുകൂടാ, ഒരു പ്രവൃത്തിയും ചെയ്യാതെ, ശരീരം ഇളകാതെ ഒന്നുകില്ലെങ്കിൽ ഒരു കട്ടിലിന്റെ മുകളിൽ കിടക്കുക, അല്ലെങ്കിൽ ഒരു ചെയറിൽ ഇരിക്കുക. ഇതല്ലാത്ത വേറെ ഒരു പ്രവർത്തനവും ഇല്ല. വളഅഫുൽ യഖീൻ, ഈമാൻ ബലഹീനമാവുക. യഖീൻ എന്നതുകൊണ്ട് ഉദ്ദേശം ഈമാനാണ്. ഹൃദയത്തിലുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം ബലഹീനമാവുക. ഇതാണ് എന്റെ ഉമ്മത്തിന്റെ മേലിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ് 1. 2 ഹദീസ്. 3, അദ്ദിബു ഔലാദക്കും അലാ സലാസി ഖിസാൽ
നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. 3 അദബുകൾ പഠിപ്പിച്ചു കൊടുക്കുക. അദ്ദിബു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അദബ് പഠിപ്പിക്കുക. ഔലാദക്കും നിങ്ങളുടെ മക്കൾക്ക് അലാ സലാസി ഖിസാൽ 3 കാര്യങ്ങളുടെ മേലിൽ. ഒന്ന്, ഹുബ്ബു നബീക്കും നിങ്ങളുടെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് കുട്ടികളിൽ ഉണ്ടാക്കുക. 2, വഹുബ്ബി അഹ്ലി ബൈത്തിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനോടുള്ള ഒരു മഹബ്ബത്ത് ഹൃദയത്തിൽ ഉണ്ടാക്കണം. അത് നാം പറഞ്ഞ് പ്രവാചകരാര് അഹ്ലു ബൈത്ത് ഏത് എന്നവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് ഉണ്ടാവുക. ഖുർആൻ പാരായണം നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പാരായണം ചെയ്യാൻ പഠിഞ്ഞാൽ പോരാ, അത് ചെയ്യണം. അതിനു വേണ്ടി പ്രേരിപ്പിക്കണം. കാരണം ഖുർആൻ പാരായണം ചെയ്യുന്നവർ, ഖുർആൻ മനഃപ്പാടമാക്കുന്നവർ അല്ലാഹുവിന്റെ അർശിന്റെ തണലിലായിരിക്കും. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, മറ്റൊരു നിഴലും ഇല്ലാത്ത ദിവസം മഹ്ശറയിൽ. വഅംബിയാഇഹി വഅസ്ഫിയാഇഹി, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, അല്ലാഹു തിരഞ്ഞെടുത്ത പ്രത്യേകം ആളുകൾ, അവർക്ക് അല്ലാഹു അർശിന്റെ തണൽ നൽകുമ്പോൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവർക്ക് ആ തണൽ ലഭിക്കും. അതിനുവേണ്ടി അത് നിങ്ങളുടെ കുട്ടികൾക്കൊരു അദബായി നിങ്ങൾ പഠിപ്പിക്കണം എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇതുപോലെയുള്ള അറിവുകൾ നിത്യവും ലഭിച്ചുകൊണ്ടിരിക്കും. അതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ അംഗങ്ങളായ എല്ലാ ആളുകളെയും അല്ലാഹു വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ആഖിബത്ത് നന്നായി മരിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.